ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീണ്ടും ഒരു ഹോണറിൻ്റെ ഫോണായിട്ടാണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് ഫോണും ഹോണറിൻ്റെ തന്നെ ആയിരുന്നു. അപ്പോൾ ഒരുപാട് നല്ല ഫീച്ചേഴ്സും നമുക്ക് എടുക്കാൻ പറ്റുന്ന പ്രൈസിലാണ് ഈ ഒരു ഫോൺ വന്നിട്ടുള്ളത്. ഹോണർ X8b എന്ന ഈ ഒരു മോഡലിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ മോഡലായ ഹോണറിൻ്റെ X8a എന്ന മോഡലിൽ റീപ്ലേസിംഗ് മോഡലാണിത്, ഹോണർ X8b. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഈ ഒരു ഫോൺ വന്നിട്ടുള്ളത്. ഒരുപാട് നല്ല ഫീച്ചേഴ്സുകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം. എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് നമ്മൾ ഐറ്റം പുറത്തെടുത്ത് ബോക്സിൽ എന്തൊക്കെ ആക്സസറീസ് ആണ് വരുന്നത് നോക്കിയിട്ട് ഫോണിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. അയ്യോ, നല്ല ലെതർ ഫിനിഷിൽ വരുന്നൊരു ബോഡിയാണ്. എന്തായാലും ഫോൺ ഇവിടെ മാറ്റി വെക്കാം. സിം എജക്റ്റിംഗ് ടൂള്, ഒരു യൂസർ മാനുവൽ, പിന്നുള്ളതൊരു സിലിക്കോൺ കവർ, പിന്നെ ചാർജിങ് കേബിള്, USB to Type-C കേബിളാണിത്. പിന്നെ ഒരു ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ. പിന്നെ ബോക്സിൻ്റെ കൂടെ ഒരു ഇയർഫോൺ വരുന്നുണ്ട്. 3.5 mm ഹെഡ്ഫോൺ ജാക്കാണ് വരുന്നത്. അത് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് Type-Cയിലേക്ക് മാറ്റാനുള്ള ഒരു അഡാപ്റ്ററും ബോക്സിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. നമുക്കറിയാം, അധിക ബ്രാൻഡ് ഇതേപോലുള്ള ആക്സസറീസ് ഒന്നും കൊടുക്കാറില്ല. ഹോണറിൽ നമുക്ക് എല്ലാ ബഡ്ജറ്റ് ഫോണിൽ പോലും നമുക്ക് ഇത്രയും ആക്സസറീസ് കിട്ടാറുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ ഹോണറിൽ മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ ഇത്രയാണ് ഈ ബോക്സിലുള്ള ആക്സസറീസ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം നമ്മളെ ഫോണിലേക്ക് പോകാം. ഇപ്പോൾ ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അടിപൊളി ഡിസൈൻ, നല്ല ലുക്കിലാണ് ഈ ഫോൺ വരുന്നത്. വേറെ ഫോണിലൊന്നും കണ്ടില്ല ഇതേപോലത്തെ ഒരു ഡിസൈന്. ഇതൊരു ലെതർ ഫിനിഷിലാണ് വരുന്നത്. നമ്മളെ കയ്യിലുള്ള ഈ ഒരു കളർ ഗ്ലാമർ ഗ്രീൻ ആണ്. ഇത് കൂടാതെ മിഡ് നൈറ്റ് ബ്ലാക്ക്, ടൈറ്റാനിയം സിൽവർ എന്നിങ്ങനെ 3 കളറിലാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ ഈ ഗ്രീൻ കളറിൽ മാത്രമേ ഉള്ളൂ ഈ ലെതർ ഫിനിഷ് കിട്ടുന്നത്. ബ്ലാക്ക് കളറിലും സിൽവർ കളറിലും നമുക്കൊരു മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഗ്രീന് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന എക്സാക്ട്ലി കളറല്ല, കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീനാണ്. വീഡിയോയിൽ ചിലപ്പോൾ കുറച്ച് ഡാർക്ക് ആയിട്ടാവും തോന്നുന്നുണ്ടാവുക. ഈ ഒരു ഗ്രീനെക്കാട്ടി കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്ന ഗ്രീന്. ഇവിടെ വരുന്നത് ഒരു മാറ്റ് ഫിനിഷിലാണ്. ഇവിടെ ലെതർ ഫിനിഷിലാണെങ്കിൽ ഇവിടെ ഒരു മാറ്റ് ഫിനിഷിലാണ്. അപ്പോൾ ഫോണിൻ്റെ സൈഡ് ഭാഗമൊക്കെ വരുന്നത് ഒരു മെറ്റൽ ഫിനിഷിലാണ്, ഈ 4 സൈഡും വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് കൈ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത്. അതുപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണാണ്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. 166 ഗ്രാം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഭാരം വരുന്നത്. ഇനി ഫോണിൻ്റെ താഴെഭാഗം നോക്കുകയാണെങ്കിൽ Type-C ചാർജിങ് പോർട്ട്, ഒരു മെയിൻ മൈക്ക്, സ്പീക്കർ ഗ്രില്ല്, റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടൺ, ഇതിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസറും വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ള ബട്ടണും, മുകളിലായിട്ട് ഒരു സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക്, ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സിം ട്രേ കൊടുത്തിട്ടുള്ളത്. ഈ സിം ട്രേ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് ഒരേ സമയത്ത് 2 സിം കാർഡ് ഇട്ട് യൂസ് ചെയ്യാം. മെമ്മറി കാർഡ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 3 ക്യാമറകളാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന് മുമ്പേ ഓണറിൽ വന്നിട്ടുള്ള അതൊരു ഡിസൈനൊക്കെ തന്നെയാണ് ക്യാമറ ഇരിക്കുന്ന ഭാഗമൊക്കെ. പക്ഷേ ഇതിൻ്റെ ബാക്ക് ബോഡിയൊക്കെയാണ് കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുള്ളത്. ഇതിൽ വരുന്ന മെയിൻ ക്യാമറ 108 മെഗാ പിക്സലിൻ്റെതാണ്. 5 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ, 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറ, പിന്നെ ഒരു ഫ്ലാഷും ആണുള്ളത്. ഇങ്ങനെയാണ് ഇതിൽ ക്യാമറകൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ സെൽഫി ക്യാമറ വരുന്നത് 50 മെഗാ പിക്സലാണ്. അപ്പോൾ വലിയ ക്യാമറ മെഗാ പിക്സലൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ എടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് സെൽഫി ക്യാമറയിലായാലും റിയർ ക്യാമറയിലായാലും നമുക്ക് എടുക്കാൻ പറ്റുന്നത് 1080 30 ഫ്രെയിം പെർ സെക്കൻഡിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതിലെടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസിൻ്റെ വീഡിയോസിൻ്റെ സാമ്പിൾസൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഉണ്ട് ഇതിൻ്റെ ഒരു ക്യാമറ ക്വാളിറ്റി എന്നൊക്കെ. അപ്പോൾ ഇതിലെടുത്തുള്ള ഫോട്ടോസൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് തന്നെയാണ് കിട്ടുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോ കിട്ടുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നും കാണാൻ സാധിച്ചില്ല ഫോട്ടോയിലൊക്കെ. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ കാണുന്നുണ്ട്. വീഡിയോ ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്വാളിറ്റി. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി വീഡിയോ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ മുമ്പ് പറയുന്ന പോലെ തന്നെ ഇതിന് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെറിയ ഷേക്കൊക്കെ ഉണ്ട് വീഡിയോക്ക്. അടിപൊളി ക്വാളിറ്റിയാണ് വീഡിയോ, രക്ഷയില്ല.
അയ്യോ പൊളി വീഡിയോ. $10x വരെ നമുക്ക് ഡിജിറ്റൽ സൂം ചെയ്യാൻ പറ്റുന്നത്. 10x വരെയൊക്കെ സൂം ചെയ്യുന്ന സമയത്ത് വലിയൊരു ക്വാളിറ്റി ഒന്നുമില്ല, ദൂരമുള്ളതൊക്കെ നമുക്ക് കാണാം, അത്രേ ഉള്ളൂ. ഇപ്പോൾ സെൽഫി ക്യാമറയിൽ എടുക്കാൻ പറ്റുന്ന വീഡിയോൻ്റെ മാക്സിമം ക്വാളിറ്റി ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. ഇപ്പോൾ ഫേസിലേക്കൊക്കെ നല്ല വൈറ്റ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, അത്ര ഒരു വിസിബിളായിട്ട് കാണുന്നില്ല. കുറച്ച് ക്ലിയർ ആ ഗ്രീനൊക്കെ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് ഷെയ്ഡൊക്കെ വന്ന മാതിരി ഉണ്ട്. പക്ഷെ നല്ല ബ്രൈറ്റ് ഉണ്ട് വീഡിയോക്ക്. പിന്നെ വീഡിയോയിൽ സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ വരാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം ഷേക്കും വരുന്നുണ്ട്. അപ്പോൾ സെൽഫി ക്യാമറയിൽ എടുത്തിട്ടുള്ള ഫോട്ടോസിനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. AI ഓപ്ഷനിൽ എടുത്തിട്ടുള്ള ഫോട്ടോസിന് കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലാണ്. അതുപോലെ നമ്മൾ നോർമലി എടുത്തിട്ടുള്ള ഫോട്ടോസിന് ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വൈറ്റ്നസ് കൂടുതലുണ്ട്. അവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു പോർഷന്. അപ്പോൾ ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഓപ്ഷൻസ്: അപ്പേച്ചർ, നൈറ്റ് മോഡ്, പോർട്രേറ്റ് നമുക്ക് ബ്യൂട്ടി ആക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഇവിടെ. ഫോട്ടോയിൽ നമുക്ക് ഫിൽറ്റർ മോഡ്, AI ഓപ്ഷന് അതൊക്കെ വരുന്നുണ്ട്. പിന്നെ വീഡിയോയിൽ നമുക്ക് ബ്യൂട്ടി ഓപ്ഷൻ വരുന്നുണ്ട്, ഫിൽറ്റർ മോഡ് വരുന്നുണ്ട്, ഡുവൽ വീഡിയോ വരുന്നുണ്ട്. പിന്നെ മോർ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോ മോഡ്, സ്ലോ മോഷൻ, പനോരമ, HDR ഫോട്ടോ, ടൈം ലാപ്സ്, വാട്ടർ മാർക്ക്, പിന്നെ സൂപ്പർ മാക്രോ, ഡുവൽ വ്യൂ, പിന്നെ ഹൈ റൈസ്, സ്കാൻ ഡോക്യുമെൻറ്റ്, പിന്നെ സ്റ്റോറി. അപ്പോൾ ഇത്രയും ഓപ്ഷൻസാണ് ക്യാമറയിലുള്ളത്. ഇപ്പോൾ ഫോണിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ UAE വരുന്നത് 899 ദിർഹംസാണ്. ഇന്ത്യയിൽ ഇതിന് നമ്മൾ ഏകദേശം എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് 21,000 രൂപയാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിന് വെർത്തായിട്ടുള്ള ഫോൺ തന്നെയാണിത്, കാരണം അത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൽ വരുന്നത്. അപ്പോൾ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMO LED മാജിക് ക്യാപ്സൂൾ ഡിസ്പ്ലേ ആണിത്. ക്യാപ്സൂൾ എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാമറൻ്റെ ആയിരിക്കുന്നൊരു ഭാഗത്തെയാണ്. കാരണം ഒരുപാട് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അലാറം, ടൈമർ, അതുപോലെ തന്നെ റെക്കോർഡിങ്, പിന്നെ ഇൻകമിങ് കോള്, അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നമുക്കവിടെ കാണാൻ പറ്റും. സെയിം ഇതുപോലുള്ളത് ഡിസ്പ്ലേ നമ്മൾ കണ്ടിട്ടുള്ളത് ഐഫോണിലാണ്, ഡൈനാമിക് ഐലാൻഡ് ഡിസ്പ്ലേ. അതേ ഒരു ചെറിയ ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുത്തിയിട്ടുണ്ട്. പിന്നെ 90 Hz റീഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേയും കൂടിയാണിത്. പിന്നെ പുറത്ത് പോയിട്ട് നല്ല വെയിലുള്ള സമയത്തൊക്കെ ഈ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്തും അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നുണ്ട്, യാതൊരു ഷെയ്ഡോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതൊരു 90 Hz ഡിസ്പ്ലേ ആണെങ്കിൽ പോലും നമുക്കൊരു 120 Hzൻ്റെ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ വീഡിയോ നമുക്ക് യൂട്യൂബിൽ എടുക്കാൻ പറ്റുന്ന മാക്സിമം ക്വാളിറ്റി എന്ന് പറയുന്നത് 1080 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. എന്നാലും നല്ല സൈഡ് വ്യൂയിലൊക്കെ വീഡിയോ കാണുന്ന സമയത്തൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു ഫുൾ ഡിസ്പ്ലേ ആണ് ഇത് വരുന്നത്, തീരെ ബസലില്ലാത്ത ഒരു ഫുൾ ഡിസ്പ്ലേ തന്നെ കിട്ടുന്നുണ്ട്. അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ Android 13 മാജിക് OS 7.2 ആണുള്ളത്. ഇപ്പോൾ 2 വർഷത്തെ OS അപ്ഡേഷനും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേഷനും കമ്പനി പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് Android 13 ഇപ്പം വരുന്ന അധിക ബഡ്ജറ്റ് ഫോണിൽ നമുക്ക് Android 14 കിട്ടുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഇപ്പോൾ ഓണർ Android 13 വീണ്ടും ഫോൺ ഇറക്കിക്കൊണ്ട് വെക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് ഓണർ ഫോണിലും ഇതേപോലെ തന്നെ Android 13 തന്നെ വന്നിട്ടുള്ളത്. പുതിയൊരു ഫോൺ ഇറങ്ങുന്ന സമയത്ത് അതിലും 13 തന്നെ. 14 ഒക്കെ എപ്പോഴോ ഇറങ്ങി തുടങ്ങി, ഇപ്പോഴും അപ്ഡേറ്റ് ആയിട്ടില്ല ഓണർ. അതുപോലെ Qualcomm Snapdragon 680 4G എന്നൊരു ഒക്ടാകോർ പ്രോസസ്സറാണ് ഇതിലുള്ളത്. ഇപ്പോൾ നമുക്കറിയാം Qualcomm Snapdragon 680 എന്നുള്ള ഈ ഒരു പ്രോസസ്സർ ഒരു സെക്കൻഡ് ജനറേഷൻ പ്രോസസ്സറാണെന്ന്. കാരണം കുറേ മുമ്പ് ഇറങ്ങിയിട്ടുള്ളൊരു പ്രോസസ്സറാണ്, അത്ര പുതിയ പ്രോസസ്സറൊന്നുമല്ല. ആ ഒരു പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്ര വലിയ പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സറൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഹൈ ക്വാളിറ്റി ഗെയിംസ് ഒക്കെ കളിക്കുന്ന സമയത്ത് അത്ര ഒരു സുഖമൊന്നും ഉണ്ടാവില്ല കളിക്കാൻ. അതുപോലെ ഇതിൽ ഞാൻ ഗെയിമൊക്കെ കളിച്ച സമയത്ത് ഈ ഒരു ഗെയിമൊക്കെ കളിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ഗ്രാഫിക്സിൻ്റെ പ്രോബ്ലം ഒക്കെ തോന്നി, സ്മൂത്ത്നെസ്സിനൊന്നും വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഈ ഒരു ഫോൺ വരുന്നത് ഒരു വേരിയൻറ്റിലാണ് 8GB റാമിൽ 512GB സ്റ്റോറേജിലാണുള്ളത്. അപ്പോൾ നല്ല വലിയ സ്റ്റോറേജ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. വേറെ ഫോണിലൊന്നും ഇത്രയും വലിയ സ്റ്റോറേജ് വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിൽ വരുന്ന 8GB റാം എന്നുള്ളത് 8GB ടർബോ ബൂസ്റ്റ് എന്നുള്ള ഓപ്ഷനും കൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 16GB ആയിട്ട് റാം കിട്ടുന്നതാണ്. അപ്പോൾ ഫോണിൻ്റെ പെർഫോമൻസ് സൈഡ് നോക്കുന്ന സമയത്ത് ഒരു ആവറേജ് ക്വാളിറ്റി മാത്രമേ കിട്ടുന്നുള്ളൂ. ഇനി സൗണ്ടിൻ്റെ ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എത്രമാത്രം ലൗഡ് ഉണ്ട് എന്ന്. ഇതിൽ വരുന്നത് സിംഗിൾ സ്പീക്കറാണ്, സ്റ്റീരിയോ സ്പീക്കർ അല്ല. അപ്പോൾ ഞാനൊരു ഫിലിമിൻ്റെ ട്രെയിലർ ഇവിടെ ഇട്ടിട്ടുണ്ട്. What else were we wrong about?
Welcome to my world. Won't you come on in? This world has more secrets than we could possibly imagine. Miracles I get. ഇതിൽ എത്രമാത്രം സൗണ്ട് ഉണ്ട് എന്ന് നമുക്കൊരു മ്യൂസിക്കും കേട്ട് നോക്കാം. ഇപ്പോൾ സൗണ്ട് കേട്ട സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, മ്യൂസിക്കൊക്കെ കേൾക്കുന്ന സമയത്ത് നല്ല ലൗഡ് സൗണ്ട് ഉണ്ട്. ഇതിൽ നമ്മൾ ഫിലിമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്ന വോയിസൊക്കെ അത്രയും വലിയ ലൗഡൊന്നുമില്ല, ഒരു നോർമൽ സൗണ്ട് ക്വാളിറ്റി ഉള്ളൂ. പക്ഷേ മ്യൂസിക്കിന് നല്ല സൗണ്ട് ഉണ്ട്, നല്ല ക്ലിയർ സൗണ്ടാണ് വരുന്നത്. ഈ ഫോണിൽ വരുന്ന കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ വൈഫൈയിൽ 2.4 5G കാർഡ്സും സപ്പോർട്ടാണ്. പിന്നെ സ്ക്രീൻ റെക്കോർഡിംഗ് ഉണ്ട്. പിന്നെ വൈഫൈ ഹോട്ട്സ്പോട്ട് വരുന്നുണ്ട്. OTG സപ്പോർട്ടാണ്. ഇതിൽ പിന്നെ മെയിനായിട്ട് നമുക്ക് NFC കിട്ടുന്നില്ല. നമുക്ക് വേണ്ടത് NFC ആണ്, അത് ഇതിൽ വരുന്നില്ല. അതൊരു കുറവ് തന്നെയാണ്. ഇനി ഫോണിൽ വരുന്നത് 4500 mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ്. ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സിൻ്റെ കൂടെ 35 വാട്ടിൻ്റെ ഒരു സൂപ്പർ ഫാസ്റ്റ് ചാർജറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി സൈഡ് നോക്കുന്ന സമയത്ത് 4500 mAh മാത്രമാണ് കിട്ടുന്നത്. പക്ഷേ ഇങ്ങനെ 4500 ബാറ്ററി വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫോൺ വളരെ സ്ലിമ്മാണ്, അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. അത് അങ്ങനെ ആക്കാൻ വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ ഈ 4500 ബാറ്ററി ആക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടോട്ടൽ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഡിസ്പ്ലേ സൈഡൊക്കെ തന്നെ നല്ല ക്വാളിറ്റിയിലാണ് കിട്ടുന്നത്. AMOLED ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. പിന്നെ ആ നോട്ടിഫിക്കേഷൻ ബാർ വരുന്നുണ്ട്. അത് നമ്മൾ ഐഫോണിൽ മാത്രമേ കണ്ടത്, വേറെ ഒരു ബ്രാൻഡിലും അങ്ങനെ വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ കൊടുത്തത് നല്ല കാര്യം തന്നെയാണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ, ബെസൽലെസ് ആയിട്ടുള്ള ഡിസ്പ്ലേ, കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈൻ, നല്ല സ്ലിം ആയിട്ടുള്ള ഫോൺ. അതുപോലെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ വലിയൊരു റാം ആൻഡ് സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാരൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രോസസ്സർ ഇതിലും കുറഞ്ഞ പ്രൈസിനൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ആ സമയത്താണ് ഈ ഒരു പ്രോസസ്സർ കൊടുത്തത് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും കമൻ്റായിട്ട്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു പ്രോസസ്സറിൽ കൂടുതൽ കൊടുക്കുന്ന സമയത്ത്, അതുപോലെ ഇതിൽ 5G വരികയാണെങ്കിലും സ്റ്റീരിയോ സൗണ്ട് കൊടുക്കുകയാണെങ്കിലും ഒക്കെ തന്നെ നമുക്കറിയാം ഈ ഒരു പ്രൈസിലായിരിക്കില്ല ഈ ഒരു ഫോൺ വരിക. കാരണം ഇതിൻ്റെ മറ്റേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വേറെ ഈ ഒരു പ്രൈസിൽ വരുന്ന ഫോണിനെക്കാട്ടിയും കുറച്ചും കൂടി ഹൈയിലാണുള്ളത്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഒരു നോർമലായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് വന്ന ഒരു ഫോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു പ്രൈസ് ഈ ഒരു ഫോൺ വെർത്താണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസിന് വെർത്ത് തന്നെയാണ്. കാരണം നമുക്കെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഫോൺ, അത്രയാണ് ഈ ഒരു ഫോണിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ ഹോണർ X8b എന്ന മോഡലിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.